മലയാളികൾക്ക് എക്കാലത്തും പ്രിയപ്പെട്ട താരമാണ് ജയറാം. തങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു മലയാളികൾ ജയറാമിനെ കരുതി പോരുന്നത്. പുതിയ സിനിമയായ എബ്രഹാം ഓസ്ലറിലൂടെ ജയറാമിന്റെ ഒരു തിരിച്ചുവരവ് കൂടിയാണ് മലയാള സിനിമാ പ്രേമികൾ ആഗ്രഹിക്കുന്നതും. അഞ്ചാം പാതിര എന്ന ചിത്രത്തിന് ശേഷം മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണ് എബ്രഹാം ഓസ്ലർ. ഓസ്ലറിലൂടെ ജയറാമിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് മലയാള സിനിമാ പ്രേമികൾ. അതിനൊപ്പം ത്രില്ലറുകൾ ഒരുക്കുന്നതിൽ സമർത്ഥനായ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ഓസ്ലറിനായുള്ള കാത്തിരിപ്പ് കൂടിയാണത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ മുൻപ് ഒരു കടയുടെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ തനിക്കുണ്ടായ രസകരമായ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് നടൻ ജയറാം. യഥാർത്ഥത്തിൽ തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജയറാം തുടങ്ങുന്നത്. ജയറാമിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ശരിക്കും നടന്നതാണ്. തന്റെ നാട്ടുകാരായ പെരുമ്പാവൂരുകാർക്കെല്ലാം ഈ സംഭവത്തെക്കുറിച്ച് അറിയാമെന്നും ജയറാം പറയുന്നു. അന്ന് ഈ സംഭവം പത്രത്തിലൊക്കെ തുണിക്കടയിൽ വസ്ത്രാക്ഷേപം എന്ന് പറഞ്ഞ് വരികയും ചെയ്തിരുന്നുവെന്നും ജയറാം കൂട്ടിച്ചേർത്തു. തന്റെ നാട്ടിലെ ഒരു തുണിക്കടയുടെ ഉദ്ഘാടനത്തിന് പോയതായിരുന്നു ജയറാം അന്ന്. ഉദ്ഘാടനമല്ലേ, അതുകൊണ്ട് ജയറാം അന്നൊരു സിൽക്കും ഉണ്ടായിരുന്നു ധരിച്ചിരുന്നത്. സ്വന്തം നാടായതിനാൽ തന്നെ ജയറാമിനെ കാണാൻ അന്ന് അവിടെ ഒരു വലിയ ജനസമുദ്രം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജയറാമിന്റെ മനസ്സിലൊരു ഐഡിയ തോന്നി. തന്റെ നാട്ടുകാർ, തന്റെ കൂടെ പഠിച്ചവർ, തന്നെ അറിയുന്നവരൊക്കെയാണ് അവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ മുന്നിൽ താൻ ഇങ്ങനെ കാറിൽ പോയി ടാറ്റ വീശി കാണിച്ച് ഇറങ്ങിയാൽ എങ്ങനെയാണ്? അതുകൊണ്ട് വണ്ടി നിർത്താൻ ജയറാം പറഞ്ഞു. കാറിൽ നിന്നിറങ്ങി എല്ലാവർക്കും കൈ കൊടുത്ത് നടന്നുപോയി. പോണ വഴിക്ക് ഓരോരുത്തരായി ജയറാമിന്റെ മുണ്ടിൽ ചവിട്ടിയാണ് ഉദ്ഘാടനം ചെയ്യേണ്ട കടയുടെ മുന്നിലേക്ക് ജയറാം എത്തുന്നത്. അവിടെ എത്തിയതും ജയറാമിന്റെ മുണ്ട് താഴേക്ക് അഴിഞ്ഞുപോയെന്നും താരം പറയുന്നു. അപ്പോഴേക്കും അവിടെ ജയറാമിനെ കാണാനായി എത്തിയ ഏതോ ഒരു ചെറുക്കൻ അതും എടുത്ത് ഓടിയെന്നും ഷർട്ട് ഇറക്കമുള്ളതിനാൽ താനെന്ന് രക്ഷപ്പെട്ടുവെന്നും ഇന്നോ മറ്റോ ആയിരുന്നുവെങ്കിൽ ക്യാമറ അടിയിൽ കൂടെ വന്നേനെയെന്നും ജയറാം പറയുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞപ്പോഴേക്കും ക്യാമറ ഓഫാക്കിയെന്നും ജയറാം കൂട്ടിച്ചേർത്തു. അങ്ങനെ 5 മിനിറ്റോളം മുണ്ടില്ലാതെ താൻ അവിടെ നിന്നു. അപ്പോഴേക്കും ആരോ പോയി ആ ചെക്കന്റെ കയ്യിൽ നിന്നും ആ മുണ്ട് വാങ്ങി തിരികെ കൊണ്ടുവന്നുവെന്നും ജയറാം പറയുന്നു. അപ്പോൾ മറ്റാരോ പറഞ്ഞു തുണിക്കടയല്ലേ, ഒരു മുണ്ടെടുത്ത് കൊടുക്കാനെന്ന്. പക്ഷേ അത് പറ്റില്ല എന്നും ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലെന്നുമായിരുന്നു കടയുടമ അന്ന് പറഞ്ഞത്. ഉദ്ഘാടനത്തിനായുള്ള നാട മുറിച്ചിട്ടില്ല എന്നും അതിനുള്ള കത്രികയുമായാണ് താൻ നിൽക്കുന്നതെന്നും ഇക്കഥ എല്ലാവർക്കും അറിയാവുന്നതാണെന്നും ജയറാം പറയുന്നു. എന്തായാലും ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത എബ്രഹാം ഓസ്ലർ ജനുവരി 11 തിയേറ്ററുകളിലേക്ക് എത്തും. കേരളത്തിൽ മാത്രം 300-ൽ കൂടുതൽ സ്ക്രീനുകളിൽ ആദ്യ ദിനം ഓസ്ലർ പ്രദർശിപ്പിക്കും. വേൾഡ് വൈഡായി 450-ൽ കൂടുതൽ സ്ക്രീനുകൾ ഉണ്ടായിരിക്കും. സമീപകാലത്തൊന്നും ഒരു ജയറാം സിനിമയ്ക്ക് റിലീസിന് മുൻപ് ഇത്രത്തോളം സ്വീകാര്യത ലഭിച്ചിട്ടില്ല. ജനുവരി 9 മുതൽ മിക്കയിടത്തും ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കും. ജയറാമിന്റെ തിരിച്ചുവരവായിരിക്കും ഓസ്ലർ എന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.